ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്ന് ഏറ്റവും അധികം വളർന്നു കഴിഞ്ഞ ഒരു ബിസിനസ് മേഖലയാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞത്. നേരിട്ട് പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും അതുപോലെ സമയമില്ലാത്ത ആളുകളൊക്കെ ഇന്ന് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരം ഓൺലൈൻ ഷോപ്പിങ്ങുകളെയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇത്തരം ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നതിന് മാത്രമല്ല, അവർ വെറുതെയും ഇത്തരം സൈറ്റുകളിലൊക്കെ കയറി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, പുതിയ മോഡൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലോകത്ത് എവിടെയുള്ള സാധനങ്ങളും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്കതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നതാണ്. അത് തന്നെയാണ് ഇന്ന് ആളുകൾക്കിടയിൽ ഇത്തരം ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ ഇത്രയേറെ ശ്രദ്ധ ആകർഷിച്ചത്. എന്തിനും ഏതിനും ഓൺലൈൻ പർച്ചേസ് എന്ന് പറഞ്ഞൊരു രീതി ഇന്ന് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാത്ത ആളുകൾ വളരെ ചുരുക്കം പേര് തന്നെ ഉണ്ടായിരിക്കുകയുള്ളൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത് ഇന്ന് ഈ ഒരു ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ കാര്യം മുതലെടുത്തുകൊണ്ട് ഇതിനുള്ള തട്ടിപ്പ് നടത്താനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. മിക്കവാറും തട്ടിപ്പ് നടന്നു എന്ന് തിരിച്ചറിയുന്നത് ഓർഡർ ചെയ്ത് വാങ്ങിയ സാധനം കയ്യിൽ കിട്ടി അത് നമ്മൾ തുറന്നു നോക്കുമ്പോഴായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത്, ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടി ആ ഒരു ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കല്ലായിരിക്കും, അല്ലെങ്കിൽ ബാർ സോപ്പ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രധാനമായിട്ടും എന്താ പറയുക, ശ്രദ്ധക്കുറവും ക്ഷമയില്ലായ്മയും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അബദ്ധങ്ങൾ പറ്റിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ ഒക്കെ തന്നെ വിർച്വൽ ലോകത്തുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാളുകൾ തന്നെയാണ്. ധാരാളം ആളുകൾ, ധാരാളം കമ്പനീസ്, പല ബ്രാൻഡുകളൊക്കെ അവരുടെ പ്രൊഡക്റ്റുകൾ കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഇത്തരം ഓൺലൈൻ സൈറ്റുകളിലൂടെയാണ് സെയിൽ ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ശരിയായത് ഏത് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതിനുള്ള വഴികൾ ആ ഷോപ്പിംഗ് സൈറ്റിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്ക് എങ്ങനെ അത്തരം ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സെല്ലേഴ്സിനെയും അതുപോലെ അത്തരം പ്രൊഡക്റ്റുകളെയൊക്കെ തിരിച്ചറിയാം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ റേറ്റിംഗ് റിവ്യൂ നോക്കലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിംഗ് സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ആ ടൈറ്റിലിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ, ടൈറ്റിലിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്കൊരു 1 മുതൽ 5 വരെയുള്ള സ്റ്റാർസ് കാണാം. അതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ഉള്ളത് ഏത് പ്രൊഡക്റ്റാണോ, നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ഉള്ളത് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. സ്റ്റാർസ് മാത്രമല്ല, അതിൻ്റെ കൂടെ എത്ര ആളുകളാണ് അതിന് റേറ്റിംഗ് കൊടുത്തത് എന്നതുകൂടെ നോക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ റേറ്റിംഗ് കൊടുത്ത പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ താഴെ കമൻസ് ഉണ്ടായിരിക്കും, റിവ്യൂസ് ഉണ്ടായിരിക്കും. അവർ വാങ്ങിക്കഴിഞ്ഞ് കുറേ ആളുകൾ, കസ്റ്റമേഴ്സൊക്കെ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നല്ല സാധനമാണോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ളതാണോ എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ പിക്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെയാണോ, അതോ കയ്യിൽ കിട്ടുമ്പോൾ അതിനെന്തെങ്കിലും കളർ ഡിഫറൻസ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത്തരം റിവ്യൂസ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ടിൽ എഫ് അഷ്വേർഡ് എന്ന ബ്ലൂ കളറിലൊരു ലോഗോ കാണാൻ സാധിക്കും. ആമസോണിൽ ഇത് എ ഫുൾഫിൽഡ് എന്ന ഒരു ബ്ലാക്ക് കളറിലാണ് ഉണ്ടായിരിക്കുക. കമ്പനി തന്നെ പാക്ക് ചെയ്ത് നിരവധി തവണ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അയക്കുന്നതിനാൽ കസ്റ്റമേഴ്സിനെ പറ്റിക്കപ്പെടില്ല എന്ന ഉറപ്പാണ് ഈ 2 ലോഗോയും തരുന്നത്. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ വിലയിരുത്തിക്കൊണ്ട് ആമസോൺ ചോയ്സ് എന്ന ഒരു ലേബലും ആമസോണിലുണ്ട്. സാധനങ്ങൾ വാങ്ങിയവർ നൽകുന്ന റിവ്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇനി നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ അങ്ങനെയായിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടുകയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ എന്നും പറയുന്ന പോലെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.